CMA എക്സാമിൻ്റെ റിസൾട്ട് വന്നു. കുറച്ച് ആൾക്കാർ ക്ലിയർ ആയി, കുറച്ച് ആൾക്കാർ ക്ലിയർ ആവാൻ ബാക്കിയുണ്ട്. ഇനി അടുത്ത എക്സാമിൻ്റെ അപ്ലിക്കേഷൻ കൊടുക്കുന്ന ഡേറ്റ് ആയി. ഏപ്രിൽ 10 ആകുമ്പോഴേക്കും നമുക്ക് അടുത്ത എക്സാമിൻ്റെ അപ്ലിക്കേഷൻ കൂടി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ പല ആൾക്കാരും ഈ എക്സാം അടുപ്പിച്ചിട്ടാണ് പല കാര്യങ്ങളിലും മാറ്റം വരുത്താനൊക്കെ ശ്രമിക്കുക. അത് ഉദ്ദേശിച്ച രീതിയിൽ പലപ്പോഴും നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പറ്റാറില്ല. അപ്പോൾ അങ്ങനെയുള്ള കഴിഞ്ഞ എക്സാം എഴുതി ക്ലിയർ ആവാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് ചെറിയ ചെറിയ കറക്ഷൻസ് ഒക്കെ കുറച്ച് നേരത്തെ വരുത്താൻ പറ്റുകയാണെങ്കിൽ പഠനത്തിലും അവർ പ്രസൻറ്റ് ചെയ്യുന്ന കാര്യത്തിലും എക്സാം എഴുതുന്ന കാര്യത്തിലൊക്കെ ചെറിയ ചെറിയ കറക്ഷൻസ് നേരത്തെ വരുത്താൻ പറ്റുകയാണെങ്കിൽ അവർക്ക് അടുത്ത എക്സാമിന് കുറച്ചും കൂടി നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് സത്യം. ഇനി ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്ന ഈ +2 ഒക്കെ കഴിഞ്ഞ് ക്യാറ്റൊക്കെ എക്സാം എഴുതി പാസ്സായി ഇൻ്റർമീഡിയറ്റിന് എക്സാം എഴുതാൻ പോകുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം ഈ എക്സാമിൻ്റെ ഒരു എന്തായാലും പറയാം, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അതേപോലെ ഈ എക്സാമിൻ്റെ ഒരു സീരിയസ്നെസ് പലപ്പോഴും ഒരു എക്സാം എഴുതി റിസൾട്ട് വരുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുക. അപ്പോൾ അങ്ങനെ എക്സാമിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടും എന്താണ് CMAയുടെ എക്സാമിൽ നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് അറിയാനും ഇനി ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്താലാണ് ആ എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയാൻ വേണ്ടി നമ്മളൊരു വർക്ക്ഷോപ്പ് വെക്കുന്നുണ്ട്. അപ്പോൾ ആ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ താഴെ ഞാനൊരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഏറ്റവും കൂടുതൽ ഈ വർക്ക്ഷോപ്പ് ഉപകാരപ്പെടുന്നത് ഒരു തവണ എക്സാം എഴുതി കിട്ടാത്ത ആൾക്കാർക്കായിരിക്കും കൂടുതലായിട്ട് ഈ പ്രോഗ്രാം ഉപകാരപ്പെടുക. പിന്നെ പ്രോഗ്രാം ഓഫ്ലൈൻ അല്ല, ഓൺലൈനാണ്. ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ കൂട്ടി പറയാണ്, നമ്മളിതുവരെ കേട്ടിട്ട് നമ്മുടെ അടുത്ത് ആരും പറയാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാനും അതനുസരിച്ച് നിങ്ങളുടെ പഠന രീതിയിൽ മാറ്റം വരുത്താനും താല്പര്യമുള്ള ആൾക്കാർ മാത്രം പ്രോഗ്രാമിന് ജോയിൻ ചെയ്താൽ മതി. അല്ലാതെ ഈ ഒരു പ്രോഗ്രാം നിർബന്ധിത പ്രോഗ്രാമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എക്സാം ക്ലിയർ ആവില്ല എന്നൊന്നും പറഞ്ഞതിന് അർത്ഥമില്ല. പക്ഷെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഇതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്ന രീതിയിലും ഒക്കെ ഒരുപാട് ബാലൻസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ CMA എക്സാം എഴുതി ക്ലിയർ ആവാത്ത ആൾക്കാർക്കും ഇനി ഇപ്പോൾ ആദ്യമായിട്ട് ഇൻ്റർമീഡിയറ്റിനൊക്കെ എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാർക്കും മാത്രം യൂസ്ഫുൾ ആയിട്ടുള്ള സെഷനായിരിക്കും ഇത്. ഓൺലൈനാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഫർദർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഗ്രൂപ്പിൽ എന്ത് ചെയ്യും, ഷെയർ ചെയ്യും. ഞാൻ താഴെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർ മാത്രം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. ഇത് വെറുതെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് എഴുതിയിട്ട് അതിനകത്ത് കയറിയിട്ട് എന്ത് ചെയ്യേണ്ട, തലയിടരുത്. നല്ല രീതിയിൽ എക്സാം എഴുതണമെന്നും എക്സാം എഴുതി പാസ്സായി അതുകൊണ്ട് നമ്മുടെ ഒരു ഉദ്ദേശ കാര്യങ്ങൾ നടക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ മാത്രം വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാമിൻ്റെ സെഷനിൽ കാണാം. പ്രോഗ്രാം കുറേ സമയം ഉണ്ടാവില്ല, ഒരു 2 hours വർക്ക്ഷോപ്പാണ്. എക്സാമിന് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, നമ്മളെങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇത് മാത്രമായിരിക്കും കൂടുതൽ അതിനകത്ത് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ എല്ലാ ആൾക്കാരെയും പ്രോഗ്രാമിനെ ഒന്ന് കാണാം. ഓൾ ദി ബെസ്റ്റ്.